യെ പ്രസവിച്ച സന്ദർഭത്തിൽ ഖുർആനിൽ പറഞ്ഞ മോനെ നീയാണ് മോനെ. 40 വയസ്സിന് ശേഷം ഖുർആൻ കിട്ടുമ്പോ ആ ഖുർആനിൽ ഇപ്പൊ തന്നെ പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത് ഏത് ഖുർആനാണ്? അബ്ദുൽ മുത്തലിബിന് പരിചയമുള്ള ഖുർആൻ എന്നത് ഈ നാട്ടിലെ ആളുകൾക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്, പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തട്ടെ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു, സലഫികളുടെ പരിപാടി കേൾക്കരുത് എന്നതാണ് ഈ മുഖാമുഖത്തിന്റെ ചുരുക്കമെന്നത് അദ്ദേഹം ആണയിട്ട് പറയുന്ന ഭാഗം സഹോദരന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കും. മഹാന്മാര് നടന്നുപോയ മാർഗം അവിടെ ഉറച്ചു നിൽക്കണം നാം. ഈ മാർഗത്തിൽ സംശയങ്ങൾ ജനിപ്പിക്കുന്ന സംഘടനകൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിക്കണം നാം. നല്ലവരായ എന്റെ സാധാരണക്കാരായ ചെറുപ്പക്കാർ ക്രിക്കറ്റും അതേപോലെ സിനിമകളും സീരിയലുകളുമായി ജീവിച്ചു പോകുന്നതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഇവിടെ സലഫികളുടെയോ ജമാഅത്തെ ഇസ്ലാമിയുടെയോ തബ്ലീഗ് ജമാഅത്തിന്റെയോ ക്ലാസുകളോ പ്രഭാഷണങ്ങളോ ഉണ്ടാകുമ്പോൾ അവിടെ വന്ന് ചെവി കൊടുക്കരുത്. കാരണം ഈ പറയുന്ന അബ്ദുൽ ഗഫൂറിനായാലും പ്രഭാഷണം കേൾക്കുന്ന സാധാരണക്കാരായാലും നമുക്കൊക്കെ അറിവ് പരിമിതമാണ്. പരിമിതമായ അറിവ് വെച്ച് നാം ഈ പ്രഭാഷണങ്ങൾക്ക് ചെവി കൊടുക്കുമ്പോൾ അറിയാതെ ആ ആശയത്തിലേക്ക് നാം ആകൃഷ്ടരായി പോകും. ആ ആശയങ്ങളിലേക്ക് നാം ആകൃഷ്ടരാകുമ്പോ പൈശാചികമായ ദുർബോധനങ്ങളും സാഹചര്യത്തിന്റെ പ്രതികൂലാവസ്ഥയും എല്ലാം കൂടെ നമ്മെ അള്ളാഹു പൊരുത്തപ്പെടാത്ത വിദഗ്ധത്തിന്റെ വഴിയിലേക്ക് താനെ നമ്മെ ക്ഷണിച്ചു കൊണ്ടുപോകും. നാം അറിയാതെ നാം ഒരു സെൽഫിയാകും. പിന്നീട് ആ വഴിയിൽ നിന്നും പിന്തിരിയാനേറെ പ്രയാസപ്പെടേണ്ടി വരും. അതുകൊണ്ട് എവിടെയെങ്കിലും സെൽഫികളുടെ പ്രഭാഷണങ്ങൾ നടക്കുമ്പോ അവിടെ ചെന്ന് ആ പ്രഭാഷണങ്ങൾക്ക് ചെവി കൊടുക്കുന്ന സ്വഭാവമുണ്ടാകരുതെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മുജാഹിദിന്റെ സലഫികളുടെ പരിപാടി കേട്ടാൽ അറിയാതെ നിങ്ങൾ സലഫികളായി പോകും എന്നതാണ് ഈ മുഖാമുഖത്തിന്റെ ഞങ്ങളുടെ ബേജാറ്. അതിന് ജനങ്ങളിങ്ങനെ തെറ്റിക്കാൻ വേണ്ടി ഈ മുഖാമുഖത്തിലൂടെ അവരെ ഉറപ്പിക്കുകയാണ് എന്നതാണ് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആരും പറയട്ടെ, മുജാഹിദുകൾ സലഫികൾ പറയട്ടെ, സമസ്തക്കാർ പ്രസംഗിക്കട്ടെ, അതിലേതാണ് ശരി എന്നത് എല്ലാവരും കേൾക്കണമെന്നതാണ്. അറിയാതെ ആരും മുജാഹിദാവണ്ട. ശരിക്ക് അറിഞ്ഞ് പ്രമാണം പഠിച്ച വിഷയങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ സലഫിയായാൽ മതി എന്നതാണ് ഉണർത്താനുള്ളത്. ഇനി നോക്കൂ നിങ്ങൾ, ആ മുഖാമുഖത്തിലെ ആദ്യത്തെ ചോദ്യം തന്നെ മുസ്ലിയാരെ കുടുക്കിപ്പോയി. ഒന്നാമത്തെ ചോദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കലാണോ നല്ലത്, അതല്ല അംബിയാവിനോട് ചോദിക്കലാണോ നല്ലത്? നൗഷാദ് അഹ്സനിയോട് ചോദിച്ചപ്പോ ചില സ്ഥലത്ത് അള്ളാഹിനെ ചോദിക്കലാവുന്നാവുക, ചിലയിടത്ത് ഔലിയാക്കളോട് ചോദിക്കലാവുന്നാവുക എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുന്ന ഒരു ഏർപ്പാടാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെയല്ല അള്ളാഹുവിന്റെ ഔലിയാക്കളോട് അമ്പിയാക്കളോട് ചോദിക്കുന്നത് എന്നും ചോദ്യം തിരുത്തേണ്ടതാണ്. അള്ളാഹുവോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഔലിയാക്കളോട് അമ്പിയാക്കളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്നും അദ്ദേഹം രണ്ട് ചോദ്യകർത്താക്കളോട് ചോദ്യം തിരുത്താൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടത് ആ മുഖാമുഖത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ നിങ്ങളുടെ വാദം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്നത് തന്നെയാണ് സഹോദരന്മാരെ. ചോദിച്ച ചോദ്യകർത്താവിനെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. അത് കേട്ട സാധാരണക്കാരെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നിങ്ങൾ അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യാവൂ എന്ന് വാദിക്കുന്നവരല്ല. അതിനുള്ള തെളിവെന്താ ഞാൻ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. ഫത്താവ മുഹയ്യസുന്ന എടുക്ക്. ഫത്തായ മുഹയ്യസുന്നയിലും ശാന്തി മന്ത്രങ്ങൾ ശിഥിലതന്ത്രങ്ങൾ എന്ന പുസ്തകത്തിലും അതിലേക്ക് സാധാരണക്കാരായ സുന്നി പ്രവർത്തകർ ചോദിച്ചു പഠിക്കുമ്പോ മുഫ്തിയായ സമസ്തയുടെ AP വിഭാഗത്തിലെ പണ്ഡിതൻ നൗഷാദ് അഹ്സനിയുടെ മുഫ്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എഴുതിവിട്ടത്, അദ്ദേഹത്തോട് ചോദിച്ചു, അള്ളാഹുവിന് പുറമെ മരിച്ചുപോയ അമ്പിയാക്കളോട് ഔലിയാക്കളോട് മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹത്തുക്കളോട് വിളിച്ചു തേടാൻ വല്ല തെളിവുമുണ്ടോ? ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നുണ്ടോ? അനുവദനീയമാണോ? ആണെങ്കിൽ അതൊന്ന് വിശദീകരിക്കാമോ? അദ്ദേഹത്തിന്റെ മറുപടി, മരിച്ചുപോയ മഹത്തുക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് അനുവദനീയമാണ് എന്നാണ് ഫത്താവ മുഹയ്യസുന്നയിൽ എഴുതി വെച്ചിട്ടുള്ളത്. വടിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന ഒരു പുസ്തകത്തിൽ ഹാഷിം നഈമി, ഒരു സാധാരണ മുസ്ലിയാരല്ല, ഒരു മല്ലാക്കയല്ല, നഈമി ബിരുദമെടുത്ത പണ്ഡിതൻ, അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹം അതാ ഉറപ്പോടുകൂടി എഴുതി വെച്ചു, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം എന്നത് സാക്ഷാൽ ഇബ്ലീസിന്റെ വാദമാണ്. അപ്പൊ നിങ്ങളുടെ
ഇവിടെ വാദം അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്നതല്ല. അള്ളാഹ് കൊടുത്ത കഴിവിൽ നിന്ന് സഹായിക്കുന്ന മഹാത്മാക്കളോട്, ഔലിയാക്കളോട്, അമ്പിയാക്കളോടും പ്രാർത്ഥിക്കാം. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നത് ഇബ്ലീസിന്റെ വാദമാണ് എന്നാണ് മുജാഹിദുകളെ ത്വര്യപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ ഹാഷിം നഈമി എഴുതി വെച്ചിട്ടുള്ളത്. അപ്പൊ ചോദിച്ച ചോദ്യകർത്താവിന് ഒരുപക്ഷെ എന്റെ സംസാരം അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ടാകും. നൗഷാദ് ഹസനി നൽകിയ മറുപടി തികച്ചും പൊട്ടത്തരമാണ് എന്നത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അതുവരെയുള്ള വാദങ്ങൾ മറച്ചുവെക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കുടുങ്ങുന്ന സന്ദർഭത്തിൽ അങ്ങനെയാണ് അവർ ചെയ്യാറുമുള്ളത്. പോവട്ടെ, രണ്ടാമത്തെ ചോദ്യം ഒരു സഹോദരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഉംറ യാത്രയിലുള്ള അനുഭവത്തെ കുറിച്ചാണ്. ഇവിടെ ഉസ്താദുമാരുടെ വയലിൽ റസൂലുള്ളാഹിന്റെ റൗളയിൽ പോയി സങ്കടം പറയണം. യാ റസൂലല്ലാഹ് ഖുദ്ബിയദി അല്ലത്ത് ഹീലത്തി അദിരിക്കിനി യാ റസൂലല്ലാഹ് എന്നൊക്കെ ചില സക്കാഫിമാര്, ഹുദബിമാര്, ഫൈസിമാര് പഠിപ്പിക്കുന്നതനുസരിച്ച് അവിടെ പോയി ഒന്ന് സങ്കടം പറയണം എന്ന് വിചാരിച്ച് അവിടെ ചെന്നപ്പോ ഷുർത്ത സമ്മതിക്കുന്നില്ല, പോലീസുകാര് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് അഷ്റഫുൽ ഖൽഖിന്റെ ഖബറിന്റെ അവിടെ ഇത് നടക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഉസ്താദിന്റെ മറുപടി റസൂലുള്ളാഹിന്റെ ജാറത്തിങ്കൽ പോയി തന്നെ തേടുക മാത്രമല്ല, നമ്മൾ ഇവിടുന്ന് ജാറത്ത് പോവാതെ തന്നെ തേടാം. അവിടെ പോയി തേടണം തന്നെ ഇല്ല എന്നർത്ഥം. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ഇർതകബതു അലൽ ഖതാ വൈറ അസ്രിൻ വഅദദ് ലക അഷ്കൂ ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അപ്പോൾ റസൂലുള്ളാഹിനോട് തേടലാണെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. ഖബറിങ്കൽ പോവാതെ തന്നെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ റസൂലുള്ളാഹിനോട് സങ്കടം പറയുന്നുണ്ട്. കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതെ ഞാൻ കയറിയിരിക്കുന്നു, അതുകൊണ്ട് നബിയെ താങ്കളോട് ആവലാതിപ്പെടുകയാണ്, പുറത്തു തരണം നബിയേ എന്ന് റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ പോവാതെ തന്നെ ഇവിടെ നിന്നും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അവിടെ സമ്മതിക്കാത്തത്? അതിന് മൂപ്പർക്ക് മറുപടിയുമില്ല. സഹോദരന്മാരെ, ഇവിടെ ഇരുന്നാലും അവിടെ പോയാലും റസൂലുള്ളാഹിനോട് സങ്കടം പറയൽ, പ്രവാചകനോട് പ്രാർത്ഥിക്കൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യൽ, അമ്പിയാക്കളോട്, ഔലിയാക്കളോട് ദുആ ചെയ്യൽ പാടില്ല. കാരണം നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യഥാർത്ഥത്തിലുള്ള ആരാധന, യഥാർത്ഥത്തിലുള്ള ദുആ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അതെങ്ങനെയാവണം? ഖുൽ, നബിയെ പറയണം, ഉദ്ഉല്ലാഹ, അല്ലാഹുവേ എന്ന് വിളിച്ച് നിങ്ങൾ തേടിക്കോളൂ. അബിദുർ റഹ്മാൻ, അല്ലെങ്കിൽ റഹ്മാനെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നാമങ്ങൾ വെച്ച്, സിഫത്തുകൾ വെച്ച് റബ്ബിനോട് ദുആ ചെയ്തോളൂ. അയ്യമ്മാ തദൂ ഫലഹുൽ അസ്മാഉൽ ഹുസ്നാ, ഏത് പേര് വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഉൾക്കുട്ടങ്ങളായ ഏത് നാമം വെച്ചും റബ്ബിനോട് വിളിച്ചു തേടിക്കോ. ഏത് വിളിച്ചാലും ഉൾക്കുട്ടമായ നാമങ്ങളുള്ളത് അല്ലാഹുവിനാണ് എന്ന് പഠിപ്പിക്കുമ്പോ മുജാഹിദുകൾ അവിടെ നിൽക്കുന്നു സഹോദരന്മാര്. പക്ഷേ സമസ്തയിലെ സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് മുഖാമുഖ വീരന്മാര്, നിങ്ങൾ അതിൽ നിന്ന് വഴിതെറ്റിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അതേ ഒരു ക്ലിപ്പ് ഇട്ടു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു പ്രഭാഷകൻ കെ സക്കരിയ സ്വലാഹി, അദ്ദേഹം ഇതാ തൊപ്പിയൊക്കെ ഇട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ മുജാഹിദ് തൊപ്പിയൊക്കെ ഇട്ട് സംസാരിക്കുന്നുണ്ട്, അദ്ദേഹം തൊപ്പിയിട്ടത് മുതലായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം രസകരമായി അവതരിപ്പിക്കാം. എന്താ പറഞ്ഞത്? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മക്കൾ, അവര് യാക്കൂബ് നബിയോട് അള്ളാഹുവോട് ദുആ ചെയ്യാൻ പറഞ്ഞ സന്ദർഭം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി ജീവിച്ചിരിക്കുന്ന വാപ്പയോട് അള്ളാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അതെന്തുകൊണ്ട് മുജാഹിദെ ഇതുവരെ പറഞ്ഞില്ല? ഇപ്പൊ തൊപ്പിയിട്ടപ്പോഴാണോ പഠിച്ചത്? തൊപ്പിയിട്ടത് ഉഷാറായിട്ടുണ്ട്. അഥവാ മുജാഹിദിന് ഇങ്ങനെ ഒരു വാദമില്ല, ഇസ്ലാമിന് ഇങ്ങനെ ഒരു വാദമില്ല, ഇതിപ്പോ അവരുണ്ടാക്കിയതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി മുസ്ലിയാരൊന്ന് ശ്രമിച്ചിട്ടുണ്ട്. മുജാഹിദുകൾ സഹോദരന്മാരെ, യഥാർത്ഥത്തിൽ ഹയാത്തിലുള്ള കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാൻ സാധ്യതയുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുൻനിർത്തി നബി തങ്ങളോട്, അതാ സ്വഹാബത്തുൽ കറാം, നബിയെ ഞങ്ങളുടെ വിഷമം തീർക്കാൻ വേണ്ടി അല്ലാഹുവോടൊന്ന് മഴ പെയ്യിപ്പിക്കാൻ പറയണം നബിയെ, ദുആഇന് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം നബിയോട് അവർ ആവശ്യപ്പെട്ടില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട്, റസൂലുള്ളാഹിന്റെ എളാപ്പയോട് പറഞ്ഞു, നബിയുള്ള കാലത്തിൽ നബി തങ്ങളായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നത്, അതുകൊണ്ട് അവിടുന്ന് വഫാത്തായി പോയി. അബ്ബാസ് തങ്ങളെ, നിങ്ങൾ ഞങ്ങൾക്ക്
ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യണം. ഇതിനെ മുജാഹിദുകൾ എതിർത്തിട്ടില്ല. അതിന്റെ ഒരു ഉദാഹരണമാണ് വിശുദ്ധ ഖുർആനിൽ നിങ്ങളാ പറഞ്ഞ സക്കരിയ സ്വലാഹിയുടെ പ്രഭാഷണത്തിന്റെ ഭാഗം. അത് ജനങ്ങൾക്ക് വേറെ തന്നെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്നതുകൊണ്ട് സഹോദരങ്ങളെ അത് ക്ലിപ്പിംഗ് ഇട്ട് വിശദീകരിക്കേണ്ടുന്ന ആവശ്യമില്ല എന്നതുകൊണ്ട് ആ ഭാഗം ഞാൻ അവിടെ വെക്കുകയാണ്. ഇനി നിങ്ങൾ നോക്കൂ, ഇവർ ക്ഷണിക്കുന്നത് അതല്ല, ഇവർ നടത്തുന്ന ചൂഷണം, അള്ളാഹുവിൽ നിന്ന് ജനങ്ങളെ അകറ്റി പടപ്പുകളോടുള്ള ദുആ. നിങ്ങൾ നോക്കൂ, ഇനി നമ്മൾ കാണുന്നത് അജ്മീറിലെ ഒരുപാട് ചിശ്തി അടക്കമുള്ള ഖാജാ മുഹീദ്ദീൻ ചിശ്തി അടക്കമുള്ള ഒരുപാട് മഹാന്മാരുടെ ഖബറുകളും ഐതിഹ്യങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ട് അവിടെയൊക്കെ മുസ്ലിം പെണ്ണുങ്ങളും മുസ്ലിം ആണുങ്ങളും ഹൈന്ദവരും ക്രൈസ്തവരും സകലരും വന്ന് അവിടെ പോയി അതാ നമ്മുടെ ആരാധന, നമ്മുടെ ദുആ, നമ്മുടെ നേർച്ച വഴിപാടുകൾ, നമ്മുടെ ദാനകർമ്മങ്ങൾ ഒക്കെ മഹാത്മാക്കളിലേക്ക് ആക്കുന്നതിന്റെ ശിർക്കിന്റെ ചില ഉദാഹരണങ്ങൾ സഹോദരന്മാരെ ശ്രദ്ധിക്കൂ. വിശുദ്ധ ഖുർആനിലെ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് ഈ പണ്ഡിതന്മാർ കല്ലിനെയും മരത്തെയും വിഗ്രഹത്തെയും ഒക്കെ ആരാധിക്കുന്നതിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ ശ്രദ്ധിക്കൂ. സുൽത്താൻ മഹ്മൂദ് ഖിൽജി പണി കഴിപ്പിച്ചതാണ് അജ്മീരിലെ കവാടം. ഇത് ബുലന്ദ് ദർവാസ എന്നറിയപ്പെടുന്നു. അജ്മീരിലെ മറ്റൊരു പ്രധാന കെട്ടിടം സഹനൈ ചിരാഗ് അഥവാ വിളക്കുമന്ദിരം ആണ്. മാർബിൾ കൊണ്ട് പണി കഴിപ്പിച്ച ഒരു മണ്ഡപമാണിത്. ഇതിന് നടുവിൽ സ്ഥാപിച്ച വിളക്ക് ഒരു പൂജാ വിഗ്രഹം പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈർ വസീർ ഹുസൈൻ ഷഹീദ് എന്ന രക്തസാക്ഷിയുടേതാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിനകത്ത് ആളില്ലെന്നും ഷഹീദ് മറ്റൊരിടത്തേക്ക് മാറിക്കിടക്കുകയാണെന്നും പറയുന്നു. അജ്മീരിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടുത്തെ വലിയ ചെമ്പുപാത്രങ്ങളാണ്. ഉറൂസ് ദിനങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ഇവ ബുലന്ദ് ദർവാസക്കടുത്തായി സ്ഥാപിച്ചിരിക്കുന്നു. ഇവയിൽ കാണിക്കയർപ്പിക്കുന്നതും പണവും മറ്റും നിക്ഷേപിക്കുന്നതും ഉദ്ദിഷ്ട കാര്യപ്രാപ്തിക്ക് ഉപകരിക്കുമെന്നാണ് വിശ്വാസം. വലിയ ചെമ്പിൽ ഒരു ദിവസം 60,000-ഓളവും ചെറിയ ചെമ്പിൽ 25,000-ഓളവും രൂപ ലഭിക്കുമെന്നാണ് പറയുന്നത്. ജനങ്ങൾ ഇവയെ ഭക്തിപൂർവം വണങ്ങുന്നത് കാണാം. ഖാജ ഫരീദുദ്ദീൻ ചില്ല, ഷെയ്ഖ് റൂഹാനിയയുടെ ചില്ല, മുഈനുദ്ദീൻ ചിശ്തിയുടെ ചില്ല, കുത്തുബുദ്ദീൻ ഖത്തിയാരുടെ ചില്ല, ഖാജ കാനൂൻ സാഹിബിന്റെ ചില്ല എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടവയാണ്. रोशनाई पड़ जाती है। ये निकाल लो आप, मजार का नहीं निकालना है इनको, मजार का तो एक भी नहीं निकालना है इनको। हर की आमद बरदा रत खाली रफ गर्च खाली बूद आज रोज़े अलस, जिसकी किस्मत में अल्लाह का तरीका ये है। जन्नत दरवाजा जो फ्रंट देखा था हमने, ये गेट खुलता है और सामने वाला गेट खुलता है, वो भी बना लो। सैयद साहब को भी निकालो, ये सैयद साहब है हमारे। ഖബറുകളുമായി ബന്ധപ്പെട്ട് നടമാടുന്ന അനിസ്ലാമികതകൾ എണ്ണമറ്റവയാണ്. മക്ബറകൾക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നവരെയും സുജൂദ് ചെയ്യുന്നവരെയും ഇവിടെ എമ്പാടും കാണാം. ഹിന്ദുക്കൾ നിരവധി പേർ ഇവിടെ തീർത്ഥാടനത്തിനെത്തുന്നു. നവദമ്പതികൾ അജ്മീർ ദർഗയിൽ വന്ന് വഴിപാട് കഴിക്കുന്നു. ഇത് ദാമ്പത്യത്തിനും ദീർഘായുസിനും ഉപയുക്തമെന്ന് ഇവിടത്തുകാർ വിശ്വസിക്കുന്നുണ്ട്. ഇവരെ പരമാവധി ചൂഷണം ചെയ്യുന്നു എന്ന് മാത്രവുമല്ല, ഇവരെ കൊണ്ട് തങ്ങൾ നടത്തുന്ന ആചാര വൈകൃതങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതും ആചരിപ്പിക്കുന്നതും കാണാം. वकील करोगे तो नाम से तारीख देगी, यानी बुलाया जाएगा। तो हम यहाँ के वकील हैं, ये भी मवक्किल हो जाएंगे सरकार के दरबार के। आशी का खाजा, हम खादी में खाजा। हमारा काम है दुआ करना, इनका काम है सरकार में अर्पण करना। ഹൈന്ദവ വിശ്വാസികളെ കൊണ്ട് ഉളുവെടുപ്പിക്കുക, സുജൂദ് ചെയ്യിപ്പിക്കുക, തൊപ്പിധരിപ്പിക്കുക, പൂത്താലം ചുമപ്പിക്കുക, ഷിയാക്കളുടെ പ്രാർത്ഥനകൾ ഉച്ചരിപ്പിക്കുക തുടങ്ങിയവയെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു. ഈ ഖബർ പൂജാ കേന്ദ്രത്തിൽ ഏറ്റവും വലിയ ആരാധനയാണ് പുഷ്പാർച്ചന. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് പുഷ്പാർച്ചനയ്ക്കു വേണ്ടി നേർച്ചയാക്കിയ ആയിരക്കണക്കിന് ഭക്തരാണ് ഒരു ദിവസം ഒഴുകിയെത്തുന്നത്.
ഷിയ ആചാരപ്രകാരം ഇവിടെ നടമാടുന്ന ഒട്ടേറെ ആരാധനാകർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുഈനുദ്ദീൻ ചിശ്തിയുടെ പിന്മുറക്കാർ എന്നവകാശപ്പെടുന്നവർ തമ്മിൽ മത്സരിക്കുകയാണിവിടെ. ഷിയ വിശ്വാസങ്ങളും ആചാരങ്ങളും സുന്നി വിശ്വാസികളിൽ ഇന്ന് ഒട്ടേറെ സ്വാധീനം ചെലുത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ നിന്ന് അജ്മീർ ഖാജാ മുഹീദ്ദീൻ ചിശ്തിയുടെ ദർഗയിലേക്ക് എന്ന് പറഞ്ഞ് ചില സിയാറത്ത് ടൂറുകൾ പോവാറുണ്ടല്ലോ. അവിടെ നടക്കുന്ന പച്ചയായ ശിർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഖബറിനെ തൊടലും സുജൂദ് ചെയ്യലും തൊട്ടുമുത്തലും അവിടെ സ്ത്രീയും പുരുഷനും തമ്മിൽ കലരലും ഒക്കെ സ്ത്രീ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം, ജുമായെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഹറാമാണെന്ന് വാദിക്കുന്ന ആളുകൾ, സഹോദരന്മാരെ, ഇവിടത്തെ ഈ ദുൽമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് പറയാനുള്ളത്? മൊത്തത്തിൽ മദ്ഹബിന്റെ കിതാബുകൾ പോലും അള്ളാഹുവിന്റെ കലാമും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നിങ്ങൾക്ക് പ്രശ്നമല്ലല്ലോ, അത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ സാധാരണക്കാരായ സുഹൃത്തുക്കളെ ചിന്തിച്ചോ, ഇവർ ഓതിപ്പടിച്ച കിതാബിൽ പോലും പറയുന്നത് തുഹ്ഫത്തുൽ മുഹ്താജ് ബിശർഹിൽ മിൻഹാജ് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഖാല ഇബ്നു സ്വലാഹ് മാ യഫ്അലുഹു അവാമുൽ ഫുഖറാഇ മിനസ് സുജൂദ് ബൈന യദയിൽ മശായിഖി ഫഹുവ മിനൽ അളായിം അൽ കബായിർ. സാധാരണക്കാരായ സുഹൃത്തുക്കൾ ഖബറിന്റെ അരികിൽ വന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ, ബഹുമാനിക്കുക, ആദരിക്കുക എന്ന പേരിൽ ചെയ്യുന്ന ഈ കാര്യങ്ങൾ വൻ പാപങ്ങളിൽ, കുഫറുകളിൽ പെട്ടതായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. വലൗ കാന ബിതഹാറത്തിൻ വഇലൽ ഖിബ്ല വഅഖ്ശാ അൻ യകൂന കുഫറാ. ശുദ്ധിയോടുകൂടി ഖിബ്ലയിലേക്ക് തിരിഞ്ഞുകൊണ്ടാണെങ്കിലും ശരി, ഈ ചെയ്യൽ കുഫറാവുമെന്നത്, ഞാൻ കുഫറാകുമെന്നത് തന്നെ ഭയപ്പെടുന്നു. മാത്രമല്ല വളരെ കൃത്യമായി എഴുതി വെക്കുന്നു, വലാ യസ്തലിമുൽ ഖബ്റ ബിയദിഹി വലാ യുഖബ്ബിലുഹു ഖാല വഅലാ ഹാദാ മദത്തിസ് സുന്നah. ഖബർ തൊടാൻ പാടില്ല, മുത്താൻ പാടില്ല. അതാണ് നമ്മുടെ മുൻഗാമികൾ കഴിഞ്ഞുപോയിട്ടുള്ള സുന്നത്ത്. ഖാല അബുൽ ഹസൻ വൽ ഇസ്തിലാമുൽ ഖുബൂരി വതഖ്ബീലുഹാ അല്ലദീ യഫ്അലുഹുൽ അവാമുൽ ആന മിനൽ മുബ്തദഅത്തിൽ മുൻകറഅത്തി ശറഅ യംബഗി തജന്നുബു ഫിഅലിഹി വയുൻഹാ ഫായിലുഹു. അതാ ഇത്തരം ചെയ്യുന്ന തിന്മകളെ അതാ വളരെ കൃത്യമായി എതിർക്കൽ നിർബന്ധമാണ്. ഇത് ശിർക്കാണ്, കുഫറാണ്, ഇത് നമ്മുടെ ചര്യയിൽപ്പെട്ടതല്ല. മാത്രമല്ല സഹോദരന്മാരെ, വീണ്ടും എഴുതി വെക്കുന്നു മദ്ഹബിന്റെ കിതാബിൽ തന്നെ, വലാ യംസഹുൽ ഖബ്റ വലാ യുഖബ്ബിലുഹു വലാ യമസ്സുഹു. അത് തൊടാനോ അതേപോലെ തന്നെ ചുംബിക്കാനോ അതേപോലെ തന്നെ അതിനെ മുത്താനോ പാടില്ല. ഫഇന്ന ദാലിക ആദത്തുൻ നസാറാ. അത് നസാറാക്കളുടെ ചര്യയാണ് കേട്ടോ. ഇമാം നവവിയെ പോലുള്ള മഹാന്മാർ വളരെ കൃത്യമായി മദ്ഹബിന്റെ കിതാബിൽ പോലും ഈ സംഗതികളെ എതിർത്തിട്ട്, സഹോദരന്മാരെ, നമ്മുടെ ഉസ്താദുമാര് ഇതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? ഇതൊക്കെ മഹാന്മാരുടെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ് അവരുടെ ഖബറിങ്ങൾ ചെയ്യുന്നതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ശിർക്കാണെന്ന് മുജാഹിദുകൾ പറയുന്നത്. അപ്പോൾ ചില സഹോദരങ്ങൾ പറയുന്നത് കല്ലിനെ ആരാധിക്കലല്ലേ, മരത്തെ ആരാധിക്കലല്ലേ തെറ്റ്, ഔലിയാക്കളോട് അമ്പിയാക്കളോട് തേടുന്നത് തെറ്റല്ലല്ലോ. എന്നാൽ സഹോദരന്മാരെ, ഇതും ആ പറയുന്നതടക്കം എല്ലാം തെറ്റ് തന്നെ. ഇനി അമ്പിയാക്കളോട്, ഔലിയാക്കളോട്, ഖബറുകളോട് മാത്രമല്ല, മരത്തെയും അതേപോലെ തന്നെ കല്ലിനെയും ആരാധിക്കുന്നതിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ കണ്ടോളൂ. അതാ പാലക്കാട് ഭാഗത്തേക്ക് പോകുമ്പോ പുത്തരിപ്പാടം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം, അവിടെ ഒരു വലിയുണ്ട്. എന്താ വലിയുടെ പേര്? ഷജർ, മരം, വലിയുല്ലാഹി ഷജർ. സഹോദരന്മാരെ, വള്ളിയെ പച്ച ഉടുപ്പിച്ചുകൊണ്ട് ആ വള്ളിയോട് തേടുന്നു. അതേപോലെ തന്നെ നാട്ടുകല്ല് എന്ന് പറയുന്ന പ്രദേശത്ത് അതാ പ്രത്യേകമായ കബറിങ്കൽ ഒരു മീസാങ്കല്ല് വളർന്നു വരുന്നു. മമ്പുറം തങ്ങള് അതിലൂടെ നടന്നു പോകുമ്പോ കല്ലിന്റെ ഉയരം കണ്ടിട്ട് ഇതെന്താന്ന് ചോദിച്ചപ്പോ കറാമത്താന്ന് പറഞ്ഞപ്പോ സയ്യിദ് അലവി തങ്ങൾ ഒരൊറ്റ തട്ടുകൊടുത്തു. അപ്പൊ കല്ല് നടുകെ മുറിഞ്ഞു, പകുതി വീണ് കിടക്കുന്നു. ഇവിടെ ചവിട്ടരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ആദരിക്കുകയാണ്, തഅ്ലീമാണ്. മറ്റേ ഭാഗത്തതാ ചന്ദനത്തിരി കത്തിച്ചുകൊണ്ട്, വിളക്ക് കത്തിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അങ്ങനെ ആരാധനയിലേക്ക് പെടുന്നു. കണ്ടോളൂ സഹോദരന്മാരെ, ആ കല്ല് വീണ് കിടക്കുന്നതും അവിടെ ചവിട്ടരുത് എന്ന് എഴുതി വെച്ചതും പ്രത്യേകം ശ്രദ്ധിക്കുക.
ഇതാ ചവിട്ടരുത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു. കല്ലിനെ ബഹുമാനിക്കുക, കല്ലിനെ ആദരിക്കുക, അങ്ങനെ ആരാധന അർപ്പിക്കുക. അതിനുള്ളിൽ അതാ ചന്ദനഗിരി എത്തിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ഹൈന്ദവരുടെ വിളക്ക്, അമ്പലത്തിലെ വിളക്ക് കത്തിച്ചിരിക്കുന്നു. അവിടെ ചെന്ന് കാണിക്കർപ്പിക്കുന്നു, അവിടെ ചെന്ന് സങ്കടം പറയുന്നു. ഇനി നിങ്ങൾ കാണുന്നത് പുത്തരിപ്പാടം കണ്ടോ സഹോദരന്മാരെ? നാട്ടുകൽ വലിയുടെ ജാരത്തിൽ നടക്കുന്ന തിന്മകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയുല്ലാഹി ഷജർ, അവിടെ പ്രാർത്ഥിക്കുന്നത് മുസ്ലിയാരാണ്. ഈ മുസ്ലിയാര് സഹോദരന്മാര് പുത്തരിപ്പാടം ജുമാ മസ്ജിദിലെ ഇമാമ, സുന്നികളുടെ ഒരു ഇമാമ് മരത്തോട് പ്രാർത്ഥിക്കുന്നു. ആ മരത്തിന്റെ പ്രത്യേകത വലിയാണെന്നും ആ വലിയന്റെ കറാമത്ത് ഗർഭിണിയാവാത്ത സ്ത്രീകൾ ഒരു പേക്ക് ഈത്തപ്പഴം അത് കൊണ്ടുവന്ന് ഈ മരത്തിന്മേൽ വെച്ച് ഈ ഉസ്താദ് അത് തന്നാൽ, അത് ഭക്ഷിച്ചാൽ ഗർഭിണിയാകുമെന്നാണ് വിശ്വാസം. അങ്ങനെ ഈ ഖൗമിനെ, സഹോദരന്മാരെ, വിശ്വാസരംഗത്ത് ചൂഷണം ചെയ്യുന്ന ഉസ്താദുമാരെ, ഈ കച്ചവടക്കാരെ നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ഖബറുകൾ, സഹോദരന്മാരെ, അതിനോടുള്ള ബഹുമാനം, അതിനോടുള്ള ആദരവ്, ആ ഖബർ സന്ദർശനത്തിന്റെ പ്രത്യേകത, അതിന്റെ അദബ്, കുറെ കാലം മുഖാമുഖങ്ങളും ഗണ്ണനങ്ങളും അതേപോലെ തന്നെ വാദപ്രതിവാദമൊക്കെ നടത്തിയപ്പോ മുജാഹിദിൽ നിന്ന് ബഹുമാന്യനായ പേരോട് ഉസ്താദ് പഠിച്ചു. അപ്പൊ പേരോട് ഉസ്താദ് കുടുങ്ങുമ്പോ ചില സത്യങ്ങൾ പറയാറുണ്ട്. ആ സത്യങ്ങളിൽ ഒരു സത്യം അദ്ദേഹം പറയുന്നു. കൂട്ടത്തിൽ അവരുടെ വാദം ഒന്ന് സ്ഥാപിക്കാൻ വേണ്ടി പ്രമാണത്തെ ഒന്ന് കൂട്ടിമാറ്റുന്നുണ്ട്. അസ്സലാമു അലൈക യാ അഹ്ലദ് ദിയാരി, ഓ ഖബറാളികളെ സലാം എന്നല്ലേ പറയുന്നത്. അപ്പൊ ഖബറാളികളെ വിളിക്കാൻ പാടില്ല എന്നത് ഇസ്ലാമികമല്ല എന്നൊരു ഡയലോഗ് കൂടി മുപ്പര് ഫിറ്റ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇസ്ലാമിലെ അതിന്റെ അദബ് പഠിപ്പിക്കുന്നു. കേട്ടോളൂ നിങ്ങൾ. മഖ്ബറെ ചെന്നാ വേണ്ടത് സലാം ചെല്ലുക, അവർക്ക് അവിടുന്ന് ഫാത്തിഹ ഓതുക, ഖുർആൻ ഓതുക, ദ്വാരക്കുക, സലാത്തില്ല, അള്ളാഹിനോട് ദ്വാരക്ക, മരിച്ചവർക്ക് വേണ്ടിയും ദ്വാരക്ക, നമുക്ക് വേണ്ടിയും ദ്വാരക്ക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മരിച്ച ആളെ നേരെ വിളിച്ചിട്ട് സലാം പറയാം. അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഈ മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായി ഇവിടെ കിടക്കുന്ന വീട്ടുകാരെ അസ്സലാമു അലൈക്കും. മരിച്ചവരെ വിളിച്ചുകൂടാന്ന് ഇസ്ലാമിലില്ല. അത് വെറുതെ ആരോ ഉണ്ടാക്കിയതാണ്. അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ചത് മരിച്ചവരെ വിളിച്ചിട്ട് സലാം പറയണമെന്നാ. അസ്സലാമു അലൈക്കും യാ അഹ്ലൽ ഖുബൂർ, ഖബറുകാരെ അസ്സലാമു അലൈക്കും. വിളിച്ചിട്ട് സലാം പറയാനാ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവരെ വിളിക്കാം, അവരോട് പറയാം. അതുപോലെ തന്നെ അവരുടെ അടുക്കൽ വെച്ച് ഫാത്തിഹ ഓതുക, ഖുർആൻ ഓതുക, അവിടുന്ന് ദിക്റ് ചൊല്ലുക, സലാത്തിയില്ല, അള്ളാഹിനോട് ദ്വാരക്കുക. അള്ളാഹിനോട് ദ്വാരക്കുന്ന സമയത്ത് അതാ മരിച്ചു പോയവർക്ക് വേണ്ടിയും ദ്വാരക്കണം, നമുക്ക് വേണ്ടി ദ്വാരക്കണം. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ, ഞങ്ങൾക്കും പടച്ചോനെ സുഖം തരണം, ഖബറിൽ കിടക്കുന്ന നിങ്ങൾക്കും അല്ലാഹു തആല സുഖം തരാൻ ഞാൻ ചോദിക്കുന്നു എന്നാ പറഞ്ഞു. നമ്മൾ ചോദിക്കുന്നു എന്നാ പറഞ്ഞു. അപ്പൊ ഖബറിലുള്ളവർക്ക് ദ്വാരക്കാം, നമുക്ക് ദ്വാരക്കാം. അങ്ങനെ സുന്നത്തായ കർമ്മങ്ങൾ നിർവഹിക്കുകയല്ല. ഖബർ, അവിടെ സന്ദർശനവും അതിന്റെ സുന്നത്തായ കാര്യങ്ങളും അദബുകളും പഠിപ്പിച്ച കൂട്ടത്തിൽ അവിടെ ഖുർആൻ ഓതുക, ഫാത്തിഹ ഓതുക എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ബിദ്അത്താണ്. എന്നാൽ അവിടെ സലാം പറയുന്ന ഒരു കാര്യം, അത് ഹദീസിൽ വന്നതാണ്. മുജാഹിദുകൾ പറയുന്നു ഖബർ സന്ദർശനം ഉണ്ട്. സുന്നത്തായ ഖബർ സന്ദർശനത്തിൽ ഈ സലാം പറയണം. അവർക്കും നമുക്കും വേണ്ടി, ആഫിയത്തിന് വേണ്ടി തേടണം. പക്ഷേ ഓ ഖബറാളികളെ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ ആ വിളിയെക്കുറിച്ച്, ആ പ്രാർത്ഥനയെക്കുറിച്ച്, ആ സുന്നത്തിനെ കുറിച്ച് ഇസ്ലാം എതിർക്കുന്നില്ല. അത് ഖബറാളികൾ കേൾക്കുമെന്നോ അത് കേട്ട് ഉത്തരം നൽകുമെന്നോ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. നേരെ മറിച്ച് ഖബറാളികളെ സന്ദർശിക്കുമ്പോ അവരോട് ഇങ്ങനെ സലാം പറയണമെന്ന് നമ്മുടെ നേതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അദബൊക്കെ വിട്ടിട്ട് ഖബറിങ്ങളിൽ ചെന്നിട്ട് ശൈഖേ ബീവി തങ്ങളെ നിങ്ങൾ ഇത് കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരോട് സങ്കടം പറയുന്ന, ദുആ ചെയ്യുന്ന, പ്രാർത്ഥിക്കുന്നതിനെയാണ് മുജാഹിദുകൾ നഖശികാന്തം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ അദബ് പഠിപ്പിക്കുന്ന പേരോട് ഉസ്താദിന്റെ ടീമിൽപ്പെട്ട ഇവരുടെ മുഫ്തി അടക്കമുള്ള ആളുകൾ, എന്റെ നാട്ടുകാരനാണ് വൈലത്തൂർ തങ്ങളും അതേപോലെ തന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും കൂടി കേരളത്തിന് പുറത്തുള്ള ഒരു ഖബർ സന്ദർശനത്തിന് പോയപ്പോ ഖബറിന് സാക്ഷാൽ സുജൂദ് തന്നെ ചെയ്യുന്നു. ഈ പറഞ്ഞ അദബിൽ സുജൂദുണ്ടോ? ഖബറാളികളെ വിളിച്ചു സലാം പറയണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ സുജൂദുണ്ടോ പ്രിയപ്പെട്ടവരെ? പിന്നെ എങ്ങനെ ഈ കേരളത്തിലെ മുഫ്തി അതാ തൊട്ടുമുത്തുന്നു, പക്ഷെ മൂപ്പർക്ക് സുജൂദ് പേടിയുണ്ട്. പക്ഷേ വൈലത്തൂര് തങ്ങൾക്ക് അഹ്ലുൽ ബൈത്തിന്റെ പേരും പറഞ്ഞ് നടക്കുകയാണല്ലോ, മൂപ്പർക്ക് സുജൂദൊന്നും പേടിയില്ല, അള്ളാഹനെ തന്നെ പേടിയില്ല. എന്നാ നബികളും സ്വഹാബത്തും അഹ്ലുൽ ബൈത്തിന്റെ ആളുകളും ഖബറിൽ സുജൂദ് ഭയപ്പെട്ടവരാണ്, അത് പാടില്ല എന്ന് പഠിപ്പിച്ചവരാണ്. എന്നാൽ അഹ്ലുൽ ബൈത്തിന്റെ പേര് പറഞ്ഞ് അവിടെ ആളുകളെ ചൂഷണം ചെയ്യുന്ന സുഹൃത്ത് സാക്ഷാൽ
കാരണത്താൽ സുജൂദ് ചെയ്യുന്നതിന്റെ ഉദാഹരണം കൂട്ടത്തിൽ പേരോട് ഉസ്താദ് ഇമാം നബവിയുടെ ഒരു ഇബാറത്ത് പറഞ്ഞുകൊണ്ട് സുന്ദരമായ മുജാഹിദിന്റെ വയലും നടത്തുന്നു. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇമാം നബവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത്, ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത്, ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഈവാഹിലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈവാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. ഇല്ലത്തു സാലിക്കീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവൂടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ. നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട, 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 നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. സഹോദരന്മാരെ, സക്കരിയ സ്വലായി തൊപ്പിക്കെട്ട് സുന്നിയാവല്ല ചെയ്തത്, പേരോടൊപ്പം വഹാബിയായിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. നീ ഖബർ തൊടാൻ പോവണ്ട, മുത്താൻ പോവണ്ട, അവിടെ പോയി സങ്കടം പറയാൻ പോവണ്ട. ബഹുമാനാദരവോടുകൂടി റസൂലുള്ളാഹിന്റെ ഖബറിങ്കൽ അല്പം ദൂരെയായി ബഹുമാനത്തോടെ നിന്നോ. നബി തങ്ങളുടെ ഖബറിങ്കൽ പോലും അതേ പാടുള്ളൂ എങ്കിൽ ഇവിടെ നൗഷാദ് ഹസനി പറഞ്ഞതെന്താ? അവിടെ പോയും പറയാറുണ്ട്, ഇവിടെ നിന്നും പറയാറുണ്ട്. പൊളിഞ്ഞു പോയില്ലേ നിങ്ങളുടെ വാദം? സഹോദരന്മാരെ, ഇതാണ് ഇതിന്റെ ചുരുക്കം. ഇനി നിങ്ങൾ നോക്കൂ, ഇത്തരം പണ്ഡിതന്മാര് പറയുന്നത് അന്ധമായി തക്ലീദ് ചെയ്ത് പാവപ്പെട്ടവരെ ഞങ്ങൾക്ക് അറബി അറിയില്ലല്ലോ, നിങ്ങളും ഓതുന്ന ഖുർആൻ അവരും ഓതുന്ന ഖുർആൻ, നിങ്ങളും പറയുന്ന ഹദീസ് അവരും പറയുന്ന ഹദീസ്, പക്ഷെ ഭൂരിഭാഗം ഞങ്ങളുടെ ആലിമീങ്ങളല്ലേ, ഓലൊക്കെ കണ്ടാൽ അവർ നുണ പറയുമോ എന്നൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം അന്ധമായി തക്ലീദ് ചെയ്ത് ഖബറിങ്കൽ സുജൂദും അവിടെ പോയി സങ്കടം പറയലും അവിടെ പോയി പ്രാർത്ഥിക്കലും ഇങ്ങനെ ശിർക്കുമായി അങ്ങ് ചെന്നാൽ, അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്ത കൂട്ടുപ്രാർത്ഥനയും വിദഗ്ധകളായ പലതും ഇവർ പറയുന്നത് അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി ശരിയായിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്ത് ആഘാതത്തിലേക്ക് ചെന്നാൽ, ഇപ്പോൾ പുതിയ വിഷയമായ റസൂലുള്ളാഹിന്റെ മുടിയാണെന്നും പറഞ്ഞ് സഹോദരന്മാരെ കൊണ്ടു നടക്കുന്ന ഒരു മുടി, ആ വ്യാജമുടി നബി തങ്ങളുടേതാണെന്നും പറഞ്ഞ് അതിലെ വെള്ളം കുടിക്കലും അതേപോലെ തന്നെ അത് വാങ്ങലും ഒക്കെയായി നടന്നാൽ എന്തായിരിക്കും നാളെ ആഖിറത്തിൽ അവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകി. 2-3 ആയത്തുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ കൂടി സഹോദരന്മാരെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, ഇന്ന കതീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ, പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും പെട്ട ധാരാളം ആളുകളുണ്ട്. ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അവരുടെ പ്രത്യേകത എന്താണ്? ജനങ്ങളുടെ സ്വത്ത് അന്യായമായി ഭുജിക്കുന്നവരാണ്, അന്യായമായി തിന്നുന്നവരാണ്. അല്ലാഹുവിന്റെ മതത്തിലേക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് വരുന്നവരെ തടസ്സപ്പെടുത്തുന്നവരുമാണ്, തെറ്റിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ധാരാളം പണ്ഡിതന്മാര്, പുരോഹിതന്മാര് നിങ്ങൾക്കിടയിലുണ്ട് കേട്ടോ. ജൂതന്മാരെ കുറിച്ച്, ക്രിസ്ത്യാനികളെ കുറിച്ച്, പാതിരിമാരെ കുറിച്ച്, ആചാര്യന്മാരെ കുറിച്ച് പറയുമ്പോ ഈ ഖുർആനിൽ അതെടുത്ത് പറഞ്ഞത് എന്തിനാണ്? ഇതിന്റെ ആളുകൾ അങ്ങനെ ആവരുത്. അത്തരം പണ്ഡിതന്മാരെ, പുരോഹിതന്മാരെ, ഹിതന്മാരെ പോലെ സാധുക്കളായ സാധാരണക്കാരെ പറ്റിക്കുന്ന ആളുകളെ, ചൂഷണം ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയണേ. അന്യായമായി തിന്നലാണിതെന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ.
ആഖിറത്തിൽ പാവപ്പെട്ട ഇതിന്റെ പിന്നാലെ പോകുന്ന ജനങ്ങൾ ഇവിടുന്ന് ബോധ്യപ്പെടാതെ അവിടുന്ന് ബോധ്യപ്പെടുമ്പോ അവര് പറയുന്ന വാക്കുണ്ട്, വഖാലൂ റബ്ബനാ ഇന്നാ അതഅനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂനാ സബീലാ. ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കുകയും അവര് ഞങ്ങളെ വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ സാധുക്കളല്ലേ, പാവങ്ങളല്ലേ, ഓരൊക്കെ വലിയവരല്ലേ, അവര് പറഞ്ഞത് അതുപോലെ സ്വീകരിച്ചു. പക്ഷേ ഞങ്ങളെ തെറ്റിച്ചു. അല്ലാഹ് റബ്ബനാ ആതിഹിം ദിഅഫൈൻ മിനൽ അദാബ് വലൻഹും ലഅനൻ കബീറാ. അതുകൊണ്ട് അദാബിൽ നിന്ന് രണ്ടിരട്ടി അവർക്ക് നൽകുക അല്ലാഹ്. ഞങ്ങൾക്കും ശിക്ഷയുണ്ട്, അവർക്കും ശിക്ഷയുണ്ട്. ഞങ്ങളുടേക്കാൾ കൂടുതൽ രണ്ടിരട്ടിയായി അവർക്ക് അധികരിപ്പിച്ചു കൊടുക്കുക അല്ലാഹ്. വലൻഹും ലഅനൻ കബീറാ. നീ അവരെ നന്നായി ശപിക്ക്. അവർ അല്ലാഹുവേ നിന്റെ ശാപം അവരുടെ മേൽ ചൊരിയ അല്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഈ പാവങ്ങളായ പിന്തുടരുന്ന സാധാരണക്കാർ അവിടുന്ന് പറയുമെന്നാണ്. നേതാക്കന്മാരും സാധാരണക്കാരും പണ്ഡിതന്മാരും സാധാരണക്കാരും സഹോദരങ്ങളെ മാറി നിൽക്കുന്ന വേർതിരിയുന്ന രംഗം. ഇത് തബറഅല്ലദീന തുബിയു മിനല്ലദീന തബഉ ഫതഖത്തഅതു ബിഹുൽ അസ്ബാബ്. ആരെയാണോ പിന്തുടർന്നത്, ആരാണോ പിന്തുടരപ്പെട്ടത്, ഈ രണ്ട് കക്ഷികളും തമ്മിൽ അവരുടെ ബന്ധമായി വിച്ഛേദിക്കുന്ന സന്ദർഭമാണെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു. വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ ഖററതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. അപ്പൊ ആരാണോ ഇവരെ പിന്തുടരുന്നത്? മുതലാളിമാര്, പണക്കാര്, പണ്ഡിതന്മാര്, പുരോഹിതന്മാര്, ഇത്തരം ആലിമീങ്ങ അന്ധമായി തക്ലീദ് ചെയ്ത് പറ്റിപ്പോയ ഈമാൻ നഷ്ടപ്പെട്ട, അമലുകൾ നഷ്ടപ്പെട്ട സാധുക്കൾ പറയും, ഇതാ ഇവിടുന്ന് ഞങ്ങളെ വിട്ട് വേർപിരിഞ്ഞതുപോലെ ദുനിയാവിലേക്ക് ഒരു അവസരം കൂടി ഞങ്ങൾക്ക് തന്നാൽ ഇവരെയും നിങ്ങൾ മാറ്റി നിർത്തും. ഒന്ന് അവസരം തരുമോ എന്ന കേണപേക്ഷിക്കലുണ്ടാകും. കദാലിക യുരീഹുമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അപ്രകാരമാണ് അവർ വഴികേടിലേക്ക് പോവാൻ കാരണമായ, നരകത്തിലെ ആളുകളാവാൻ കാരണമായ പിഴച്ച അവരുടെ അമലുകളെ കുറിച്ച് അല്ലാഹു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. വമാ ഹും ബിഖാരിജീന മിനന്നാർ. എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പഴുതും അവർക്കില്ല. ഈ രണ്ട് കക്ഷികളും അതിൽ ബന്ധരീക തന്നെ ചെയ്യും. വബറസൂ ലില്ലാഹി ജമീആ. ഇതാ എല്ലാവരും പണ്ഡിതന്മാരും സാധാരണക്കാരും വിറ്റോലും അത് വാങ്ങി കുടിച്ചോലും അതേപോലെ തന്നെ നൂല് മന്ത്രത്തിലൊക്കെ ഊതിക്കൊടുത്തവരും അത് പണം കൊടുത്ത് വാങ്ങിയവരും സിയാറത്തുരൂർ സംഘടിപ്പിച്ച് അതിന്റെ അമീർ പണം വാങ്ങിയവരും ആ പണം കൊടുത്തവരും സാധാരണക്കാരും നേതാക്കന്മാരും പണ്ഡിതന്മാരും എല്ലാവരും റബ്ബിന്റെ അടുക്കലേക്ക് വരുന്നു. അഹങ്കാരികളായ ആളുകളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്റജിയോട് നേരിട്ട് ഉസ്താദിന്റെ അടുക്കൽ കൊണ്ടുവരാൻ പറയുമ്പോ ഞങ്ങളുടെ റൂട്ട് തന്നെയാണ് ശരിയായ റൂട്ടെന്ന് അഹങ്കരിക്കുന്ന അഹങ്കാരികളുണ്ട്, അഹ്സനിമാരുണ്ട്, സക്കാഫിമാരുണ്ട്. സഹോദരന്മാര്, അവരെ കുറിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നു. ആരൊക്കെയാണോ ഞങ്ങളാണ് ശരിയെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നത്, ആ അഹങ്കാരികളോട് പാവങ്ങളായ പണക്കാരും അതേപോലെ തന്നെ ഇത്തരം ആലിമീങ്ങളിലൊക്കെ പെട്ടുപോയ സുഹൃത്തുക്കൾ സാധാരണക്കാര് പറയുകയാണ്, ഇന്നാ കുന്നാലക്കും തബഅ. ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നവരല്ലേ, ഞങ്ങൾ നിങ്ങൾ പറഞ്ഞത് കേട്ട് അംഗീകരിച്ച് നിങ്ങളുടെ ഒപ്പം കൂടിയവരല്ലേ. ഫഹൽ അൻതും മുഗ്നൂന അന്നാ മിൻ അദാബില്ലാഹി മിൻ ശൈഅ. ഇതാ റബ്ബിന്റെ ശിക്ഷ വന്ന് പിടിപെട്ടിരിക്കുന്നു. ഈ വമ്പിച്ച ശിക്ഷയിൽ നിന്ന് വല്ലതും നിങ്ങളൊന്ന് ഒഴിവാക്കി തരുമോ? നിങ്ങൾ തന്ന വെള്ളമല്ലേ നമ്മൾ കുടിച്ചത്, നിങ്ങൾ തന്ന ടിക്കറ്റും ടോക്കണുമല്ലേ നമ്മൾ വാങ്ങിയത്, അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് കേട്ട് നടന്നവരല്ലേ, അതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഈ ശിക്ഷ ഒന്ന് മാറ്റി തരുമോ എന്നവരോട് ചോദിക്കുമ്പോ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, കച്ചവടം ചെയ്ത ചൂഷകന്മാര് പറയുന്നു, അവര് പറയുകയാണ്, ഞങ്ങൾക്ക് അല്ലാഹു ഹിദായത്ത് തന്നിരുന്നുവെങ്കിൽ, സന്മാർഗം തന്നിരുന്നുവെങ്കിൽ നിങ്ങളെയും ഞങ്ങൾ അതിലേക്കാക്കുമായിരുന്നു. മറ്റേ കിട്ടിയിട്ടില്ല, പിന്നെങ്ങനെയാ നിങ്ങൾക്ക് ഹിദായത്ത് തരിക? നിങ്ങൾക്ക് ഇങ്ങനെയാണ് സുഖം കിട്ടുക? സവാഉൻ അലൈനാ അജ്സിഅനാ അം സബർനാ. ഈ നരകത്തിൽ നമ്മളെല്ലാവരും സമമാണ് കേട്ടോ. ക്ഷമിച്ചാലും അക്ഷമരായാലും ഈ നരകത്തിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കൊരു മാർഗവുമില്ല കേട്ടോ. ഇങ്ങനെ പണ്ഡിതന്മാരും സാധാരണക്കാരും തമ്മിൽ, സഹോദരന്മാര് അഹങ്കാരികളും അതേപോലെ തന്നെ ദുർബലന്മാരും തമ്മിൽ അവിടെ കണ്ടുമുട്ടും, വേർപിരിയും, സംഭാഷണങ്ങളുണ്ടാകും, നരകത്തിൽ വെന്തെറിയും. അതുകൊണ്ട് വിശ്വാസങ്ങളും കർമ്മങ്ങളും ചൂഷണം ചെയ്യുന്നവരെ തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ രംഗത്ത് വരേണ്ടതുണ്ട്.
ഇനി നോക്കൂ, ഇവിടെ നടന്ന മുഖാമുഖത്തിൽ അത്തരം വിശ്വാസപരമായ ഒരു ചൂഷണമാണ് പിന്നീട് നടത്തിയിട്ടുള്ളത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള വല്ല അമ്പിയാക്കളോടും വിളിച്ചു തേടിയിട്ടുണ്ടോ എന്ന് സാധാരണക്കാരനായ ഒരു സുഹൃത്ത് ചോദിക്കുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നു, അതിന്റെ ആവശ്യമില്ല, നിങ്ങളുടെ ചോദ്യം മാറ്റണം. കാരണം നിങ്ങൾ ഉദ്ദേശിച്ചത് സുന്നികൾ എന്നല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണെന്നാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരല്ല, എന്നാൽ നിങ്ങൾ അതിന്റെ ആളുകളാണ് എന്നത് ഞാൻ തെളിവ് സഹിതം എന്റെ ആമുഖ സംസാരത്തിൽ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുഖാമുഖത്തിലെ ചോദ്യവും അതിന്റെ ആൻസറും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. മരിച്ചുപോയ നബിമാർ അള്ളാഹിനോട് പ്രാർത്ഥിച്ചത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിലെ മരിച്ചുപോയ നബിമാരെ ഇടയിൽ വെച്ച് പ്രാർത്ഥിച്ചിനോ എന്നിങ്ങനത്തെ ചോദ്യം. സുഹൃത്ത് തെറ്റിദ്ധരിച്ചാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, സുന്നികൾ പറയുന്നു അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കണം എന്ന് തെറ്റിദ്ധരിച്ചതാണ്. അങ്ങനെ ഒരു വാദം ഇല്ല. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഈ വാദം. ഇനി എന്താ നിങ്ങൾക്ക് പറയാം? സഹോദരന്മാരെ, സുന്നികൾ അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാണ് എന്നതാണ് ഞങ്ങളുടെ വാദം. സുഹൃത്ത് തെറ്റിദ്ധരിച്ചതാണ്. ഏതെങ്കിലും അമ്പിയാക്കൾ മറ്റുള്ളവരോട് വിളിച്ച് തേടിക്കണോ? പ്രത്യേകിച്ച് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് കഴിഞ്ഞ പ്രവാചകന്മാരോട് തേടിയണോ എന്ന ചോദ്യകർത്താവിന്റെ ചോദ്യത്തിന് മുമ്പിൽ അദ്ദേഹം ഇടയ്ക്കിങ്ങനെ വെല്ലുവിളിക്കുന്നത്, വല്ല മുജാഹിദുകൾ ഉണ്ടോ ചോദിക്കാൻ, ആണത്തുമുണ്ടോ, ഉണ്ടെങ്കിൽ അന്ന് ഖിയാമത്ത് നാളായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പർക്കറിയാം. ആളില്ലാത്ത പോസ്റ്റിക്ക് അങ്ങനെ ഗോളടിക്കാൻ മുജാഹിദ് വന്ന് ചോദിക്കില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. ചോദിച്ചിടത്തൊക്കെ വേർത്തിട്ടുണ്ട്, നേരിട്ട് ഇരുന്നപ്പോ ഇടങ്ങറായിട്ടുണ്ട്. സഹോദരന്മാരെ, അങ്ങനെയുള്ള സുഹൃത്ത് പറഞ്ഞതെന്താ? ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല. നിങ്ങളുടെ വാദത്തിൽ രണ്ട് തെളിവ് ഞാൻ പറഞ്ഞു. മൂന്നാമത്തത് കേട്ടോളൂ. അതിന്റെ ഉദ്ദേശ്യം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ് ഷെയ്ഖ് ജീലാൻ സപ്ലിമെന്റിൽ നിങ്ങൾ എഴുതിവിട്ടതാണ്.